Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ട് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇത് റിയൽ നമ്പേഴ്സിൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. Mahesh works as a manager in a hotel. He has to arrange seats in hall for a function. A hall has a certain number of chairs. Guests want to sit in different groups like in pairs, triplets, quadruplets, 5, 6, etc. When Mahesh arranges chairs in such pattern like in 2s, 3s, 4s, 5s and 6, then 1, 2, 3, 4 and 5 chairs are left respectively. But when he arranges in 11s, no chair will be left. അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു ഹോട്ടലിലെ മാനേജറാണ് മഹേഷ്. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുവാണ്. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യേണ്ടത് ആരാണ്? മഹേഷ് ആണ് അല്ലെ. ഇനി ഗസ്റ്റിന് എന്താണ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ഒന്നുകിൽ 2 ചെയർ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 3 ചെയർ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 4 ക്വാഡ്രിപ്ലെറ്റ്സ് എന്ന് വെച്ചാൽ 4 ചെയർസ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 അങ്ങനെ വേണം അറേഞ്ച് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹേഷ് അതുപോലെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ലൈക്ക് 2 ചെയർ വെച്ച് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ എത്രയാണ് നമുക്ക് അറിയത്തില്ല, ചെയർസിന്റെ എണ്ണം നമുക്ക് അറിയത്തില്ല. അപ്പോൾ എത്രയായാലും അത് നമ്മൾ 2 ചെയർസ് വെച്ചാണ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 1 ചെയർ ലെഫ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ചെയർ വെച്ചാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ 1 ചെയർ ലെഫ്റ്റ് ആവും. ഇനി 3 ചെയർ വെച്ചാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ എത്ര ചെയർ ലെഫ്റ്റ് ആവും? 2 ചെയർ ലെഫ്റ്റ് ആവും. ഇനി 4 ചെയർ വെച്ചാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ 3 ചെയർ ബാലൻസ് വരും. 5 ചെയർ വെച്ചാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ 4 ചെയർ ബാലൻസ് വരും. 6 ചെയർ വെച്ചാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിലോ 5 ചെയർ ബാക്കി വരും. ഓക്കെ അല്ലേ? ഇനി 11 ചെയർ വെച്ചാണെങ്കിൽ 11 പേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ആ ചെയർസ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ നോ ചെയർ വിൽ ബി ലെഫ്റ്റ്. എന്ന് വെച്ചാൽ എല്ലാ ചെയറും എത്രയാണോ എണ്ണം ആ ചെയർസ് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അതിൽ സബ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ആ ചെയർസിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇൻ ദ ഹോൾ ഹൗ മെനി ചെയർസ് ആർ അവൈലബിൾ? 407 ആണോ, 143 ആണോ, 539 ആണോ, 209 ആണോ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഓപ്ഷനായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പർ എന്താണ് 2ലും 3ലും 4ലും 5ലും 6ലും 11ലും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പോൾ 2 വെച്ചാണ് നമ്മൾ 407, ഇപ്പം ഫോർ എക്സാമ്പിൾ 407 നമ്മൾ 2 വെച്ച് 407 ചെയേഴ്സ് ടോട്ടൽ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ 2 വെച്ചാണ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നതെങ്കിൽ ബാലൻസ് നമുക്ക് എത്ര ചെയർ ലെഫ്റ്റ് ചെയ്യണം? ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 വെച്ച് ഗ്രൂപ്പ് ചെയ്താൽ 1 ചെയർ ബാലൻസ് ലെഫ്റ്റ് ആവണം. ഇനി നമ്മൾ 3 ചെയർ വെച്ചാണ് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ചെയർ ലെഫ്റ്റ് ആവണം? 2 ചെയർ ലെഫ്റ്റ് ആവണം അല്ലെ. അപ്പൊ ഏതോ ഒരു നമ്പർ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടുണ്ട്. ആ നമ്പറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 539 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഈ 539 എന്ന് പറയുന്നതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് ഉള്ള ചെയർ 539 ചെയേഴ്സ് ഉണ്ട് ആ ഹോളിൽ. അപ്പൊ അത് നമ്മൾ 2 വെച്ച് എന്ത് ചെയ്യുവാണ്? ഗ്രൂപ്പ് ചെയ്യുവാണ്. അപ്പൊ റിമൈൻഡർ എത്ര വരണം? 1 വരണം. അപ്പൊ ഇത് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കിക്കേ, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 5ല് എത്ര ടൈംസ് ആ? 2 ടൈംസ് ആണ് അല്ലെ. 4 കിട്ടും, ബാലൻസ് 1, പിന്നെ 3 നമ്മൾ താഴോട്ട് എടുക്കുമ്പോൾ 13 ആവും. 2ൽ എത്ര ടൈംസ് ആ? 6 ടൈംസ് ആണ് അല്ലെ. അപ്പൊ 12 കിട്ടും, റിമൈൻഡർ 1 വരും. അടുത്ത 9 എടുക്കുമ്പോൾ 19 ആവും. 9ൽ എത്ര ടൈംസ് ആ? 18 ആണ് അല്ലെ. റിമൈൻഡർ എത്ര കിട്ടി നോക്കിക്കേ? 1 കിട്ടിയില്ലേ. അപ്പൊ 2ൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ 539. ഇനി അതേപോലെ നമ്മൾ ബാക്കിയുള്ളതും എന്ത് ചെയ്യണം? ഇതേപോലെ ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പൊ 539 നമുക്ക് 3 കൊണ്ട് ചെയ്ത് നോക്കാം. 3 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് 1 ടൈംസ് 3 വരുന്നുണ്ട്. റിമൈൻഡർ 2. 3നെ നമ്മൾ താഴോട്ട് കൊണ്ടുവരുമ്പോൾ 23 ആവും. 3ൽ 7 ടൈംസ് 21. റിമൈൻഡർ എത്ര വന്നു? 2 വന്നു. അടുത്ത 9 താഴോട്ട് കൊണ്ടുവന്നു. 9 ടൈംസ് 27. റിമൈൻഡർ എത്ര കിട്ടി? 2 കിട്ടി. അത് തന്നെയല്ലേ എവിടെയും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 539 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ചെയർസ് എങ്കിൽ നമ്മൾ 3 പേര് വെച്ചിട്ട് അല്ലെങ്കിൽ 3 ചെയർ വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിൽ ബാലൻസ് എത്ര ചെയർ ലെഫ്റ്റ് ആവും? 2 ചെയർ ലെഫ്റ്റ് ആവും. അത് കറക്റ്റ് ആയില്ലേ? ഇവിടെ 539 അത് കറക്റ്റ് ആണ്. ഇനി അടുത്ത നമുക്ക് ഏത് നോക്കണം? 4 നോക്കണം. അപ്പൊ റിമൈൻഡർ എത്ര വരണം?
5 വരണം അല്ലേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1 ടൈംസ് 4, റിമൈൻഡർ 1, പിന്നെ 3 താഴോട്ട് കൊണ്ടുവരുമ്പോൾ 13 ആവും. 3 ടൈംസ് 12, റിമൈൻഡർ 1, പിന്നെ അടുത്ത 9 താഴോട്ട് കൊണ്ടുവരുമ്പോൾ 19 ആവും. 4 ടൈംസ് 16, മൈനസ് ചെയ്യുമ്പം 3 കിട്ടും. അതും സാറ്റിസ്ഫൈ ചെയ്തില്ലേ. ഇനി അടുത്ത 5 നോക്കി നോക്കുക. 539നെ 5 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരും? 1ൽ 5, 0 കിട്ടി. താഴോട്ട് നമ്മൾ 3 കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന 3 എന്ന് പറയുന്നത് 5നെയും കാട്ടി ചെറുതല്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. 5ന്റെ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏതിലാണ്? 5ലാണ് അല്ലേ. അപ്പം അതിനെക്കാട്ടി ചെറിയ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കോഷ്യന്റിൽ ഒരു 0 കൊടുത്തിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഡിജിറ്റിനെ എന്ത് ചെയ്യുക? താഴോട്ട് കൊണ്ടുവരിക. അപ്പം 39 ആയിട്ട് മാറും. ഇനി 5ൽ 39 എത്ര ടൈംസാ? 7 ടൈംസ് വരെ പോകും അല്ലേ. അപ്പം 35. റിമൈൻഡർ എത്ര കിട്ടി? 4. അതും കറക്റ്റ് അല്ലേ അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച്. ഇനി അടുത്ത 539 നമുക്ക് എന്തുകൊണ്ട്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 5 ആണ് കിട്ടേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ 6ൽ എത്ര? 8 ടൈംസ് നമുക്ക് ചെയ്യാം. 48. റിമൈൻഡർ എത്ര വരും? 53 മൈനസ് 48 ചെയ്യുമ്പോൾ 5 വരും. 9 കൂടെ ചേർക്കുമ്പോൾ 59. 6ൽ എത്ര ടൈംസ് വരെ പോകും? 9 ടൈംസ് വരെ പോകും അല്ലേ. 54. റിമൈൻഡർ എത്ര കിട്ടി? 5. അതും ഓക്കെ ആണ് അല്ലേ. ഇനി 11 കൂടി നമുക്ക് ചെക്ക് ചെയ്താൽ മതി. 11ൽ ചെയ്യുമ്പോൾ 11 ഗ്രൂപ്പ് ആക്കുമ്പോൾ ഒരു ചെയറും ലെഫ്റ്റ് ആവില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് റിമൈൻഡർ എത്ര കിട്ടണം? 0 കിട്ടണം. നോക്കാം നമുക്ക്. 4 ടൈംസ് 44 വരും. 53 മൈനസ് 44 ചെയ്യുമ്പോൾ 9 കിട്ടും. അടുത്ത 9 നമ്മൾ താഴോട്ട് കൊണ്ടുവരുമ്പോൾ 99 ആവും. 11ൽ 99 എത്ര ടൈംസാ? 9 ടൈംസ് ആണ് അല്ലേ. അപ്പം 99. റിമൈൻഡർ എത്ര കിട്ടിയെന്ന് നോക്കിക്കേ? 0. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത ഒരേ ഒരു നമ്പർ ഏതാണ്? 539 ആണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഒക്കെ ചെക്ക് ചെയ്തായിരിക്കും ഓപ്ഷൻ സിയിലോട്ട് എത്തുക. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം റോങ് ആയിട്ട് വരും. ഓക്കെ, റിമൈൻഡർ മാറിയൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ലെഫ്റ്റ് ചെയ്തിട്ട് അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങുക. അങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഓപ്ഷൻ സി കറക്റ്റായിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നോക്കാനായിട്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ട്, ഇഫ് 1 ചെയർ ഈസ് റിമൂവ്ഡ്. ഇപ്പം നമ്മുടെ കയ്യിൽ ടോട്ടൽ നമ്പർ ഓഫ് ചെയർസ് എത്രയാണെന്ന് നമുക്കറിയാം. നമ്പർ ഓഫ് ചെയർസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 539 ആണ്. ഇനി ഇഫ് 1 ചെയർ ഈസ് റിമൂവ്ഡ്, അപ്പോൾ 539ൽ നിന്ന് ഒരു ചെയർ നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുവാണ്. അപ്പം നമുക്ക് എത്ര കിട്ടും? ബാലൻസ് എത്രയാണ്? 538 ആണ് അല്ലേ. 538 ചെയർ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ വിച്ച് അറേഞ്ച്മെന്റ് ആർ പോസിബിൾ നൗ? ഇതിൽ 2 ആണോ 4 ആണോ 3 ആണോ 5 ആണോ ഏത് അറേഞ്ച്മെന്റ് ആയിരിക്കും പോസിബിൾ എന്നാണ് ചോദ്യം. അപ്പോൾ 538 ആകുമ്പം അത് ഏതിലാണ് ഡിവിസിബിൾ? 2ലാണോ 3ലാണോ 4ലാണോ 5ലാണോ നോക്കിക്കേ. 2ലല്ലേ. യൂണിറ്റ് പ്ലേസ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 8 ആണ് അല്ലേ. അപ്പോൾ 2ൽ എന്താണ്? ഡിവിസിബിൾ ആണ്. അപ്പം 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതായിരിക്കും പോസിബിൾ. അടുത്ത നോക്കാം നമുക്ക്. ഇഫ് 1 ചെയർ ഈസ് ആഡഡ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ചെയർ. ടോട്ടൽ നമ്പർ ഓഫ് ചെയർസ് എത്രയാണ്? 539 ആണ് അല്ലേ. 1 ചെയർ ഈസ് ആഡഡ്. അപ്പോൾ 539ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെയർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാ? 540. ഇനി ഹൗ മെനി ചെയർസ് വിൽ ബി ലെഫ്റ്റ് വെൻ അറേഞ്ച്ഡ് ഇൻ 11s? അപ്പോൾ ഈ 540 ചെയറാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ 11 വെച്ച് എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ചെയ്യുവാണ്. 11 ചെയർ വെച്ചിട്ട് ഓരോരോ ഗ്രൂപ്പ് ഉണ്ടാക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്ര ചെയർ ലെഫ്റ്റ് ചെയ്യും എന്നാണ് ചോദ്യം. അതിനെന്ത് ചെയ്താൽ മതി? ഈ 540യെ എന്ത് ചെയ്യുക? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും നോക്കിക്കേ. 4 ടൈംസ് 44. റിമൈൻഡർ എത്രയാണ്? 10 അല്ലേ. 4 മൈനസ് 4 ചെയ്യുമ്പോൾ 0 വരും. 5 മൈനസ് 4 ചെയ്യുമ്പോൾ 1 വരും. ഇനി അടുത്ത 0 നമ്മൾ താഴോട്ട് കൊണ്ടുവരുമ്പോൾ 11ൽ 9 ടൈംസ് ആണ് 99. 100 മൈനസ് 99 എത്രയാണ്? 1. സോ നമ്മുടെ ആൻസർ എത്രയാണ്? ഒരു ചെയറാണ് ലെഫ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പാർട്ട് നോക്കാം. ഹൗ മെനി ചെയർ വിൽ ബി ലെഫ്റ്റ് ഇൻ ഒറിജിനൽ അറേഞ്ച്മെന്റ്? ഒറിജിനൽ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പം നമ്മുടെ ആദ്യം കിട്ടിയ നമ്പർ ഓഫ് ചെയർസ് എത്രയാണ്? 539. അത് വേണം എടുക്കാൻ. 539നെ നമുക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ സെയിം നമ്പർ ഓഫ് ചെയർസ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ 7s. ഇനി 539 ചെയർസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിനെ 7 വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? എത്ര ചെയർ ബാക്കി വരും എന്നാണ് ചോദ്യം. അപ്പോൾ അതിനെന്ത് ചെയ്യുക? 539നെ തന്നിരിക്കുന്ന നമ്പർ ഏതാ? 7 അല്ലേ. 7 കൊണ്ടല്ലേ ഗ്രൂപ്പ് ചെയ്യേണ്ട. അപ്പം ഡിവൈഡ് ചെയ്ത് നോക്കുക. എത്ര ടൈംസ്? 7 ടൈംസ് 49 വരുന്നുണ്ട് അല്ലേ. മൈനസ് ചെയ്യുമ്പം 4 വരും. അടുത്ത ഡിജിറ്റ് 9 ആണ്. 7ൽ 7 ടൈംസ് 49 ഉണ്ട്.
അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, റിമൈൻഡർ നമുക്ക് 0 ആണ് കിട്ടിയത് അല്ലേ. ദാറ്റ് മീൻസ് എന്താ, ഒരു ചെയറും എന്ത് ചെയ്യില്ല, ലെഫ്റ്റ് ആവത്തില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത പാർട്ട്, ഒരു പാർട്ടും കൂടെ ഉണ്ട്, 5ാമത്തെ പാർട്ട്, ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ചെയർസ് വിൽ ബി ലെഫ്റ്റ് ഇൻ ഒറിജിനൽ അറേഞ്ച്. ഇവിടെ ഒറിജിനൽ അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ 539 തന്നെ നിങ്ങൾ എടുക്കുക. ഈ സെയിം നമ്പർ ഓഫ് ചെയർസ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ നയൻസ്. 9 ചെയർസ് വെച്ചാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ബാക്കി എത്ര ചെയർ ലെഫ്റ്റ് ആവും എന്നാണ് ചോദ്യം. അപ്പോൾ 539 എന്ത് ചെയ്യണം, 9 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 5 ടൈംസ് എത്ര വരും, 45. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും, 8 വരും അല്ലെ. 53 മൈനസ് 45 8 ആണ്. ഇനി 9 താഴോട്ട് കൊണ്ടുവരുമ്പോൾ എത്ര ടൈംസാ, 9 ടൈംസ് 81. റിമൈൻഡർ എത്ര വരും, 89 മൈനസ് 81 8 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 8 ചെയർ ആയിരിക്കും ബാക്കി വരിക. നിങ്ങൾ 9 ചെയർ വെച്ചാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ ബാക്കി എത്ര ചെയർ വരും, 8 ചെയർ വരും. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.